നെഞ്ചുവേദന, കൈവേദന, കൈത്തരിപ്പ് ഇങ്ങനെ ഹൃദയാഘാത ലക്ഷണങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം ശരിയാണോ? ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചുവേദന തന്നെയാണ്. പക്ഷേ നെഞ്ചുവേദന തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. നെഞ്ചിൻ്റെ മധ്യഭാഗത്താണ് സാധാരണയായിട്ട് അനുഭവപ്പെടുന്നത്. അതിൻ്റെ ഇത് വേദനയായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു ബലൂൺ വീർപ്പിച്ചതുപോലെ ഒരു വീർപ്പ് പോലെയോ ഒരു കല്ല് വെച്ചതുപോലെ ഒരു ഭാരം പോലെയോ അല്ലെങ്കിൽ ചിലപ്പോൾ എരിച്ചിലായിട്ടും ഇത് അനുഭവപ്പെടാം. കൈത്തരിപ്പായിട്ടും വയറിൻ്റെ മുകൾ ഭാഗത്ത് നമുക്കൊരു അസ്വസ്ഥതയായിട്ടും അല്ലെങ്കിൽ ഒരു ബാക്ക് പെയിൻ, ഷോൾഡർ ബ്ലേഡിൻ്റെ ഇടയ്ക്ക് ഇടത് ഭാഗത്തോ അല്ലെങ്കിൽ കീഴ്ത്താടിയിലോ നമ്മുടെ കഴുത്തിലേക്ക് പടരുന്ന തരിപ്പോ. അപ്പോൾ ഇതൊക്കെ ഒരു 30 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ദൈർഘ്യമുള്ള നമുക്കൊരു ബുദ്ധിമുട്ടാണെങ്കിലാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. നമുക്ക് വിയർപ്പ്, തളർച്ച, ഓക്കാനം, ഛർദിൽ, ശ്വാസം മുട്ടലോ ചിലപ്പോൾ ബോധാവസ്ഥയോ വരാം. നമ്മളെന്തെങ്കിലും വെയിറ്റ് എടുക്കുമ്പോഴോ അധ്വാനമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെഞ്ചിൻ്റെ നടുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ആ പണി നമ്മൾ നിർത്തുമ്പോൾ അത് മാറുകയാണെങ്കിൽ ഇതൊരു ബ്ലോക്കിൻ്റെ ലക്ഷണമാണ്. നിങ്ങളുടെ നാഡിമിടിപ്പ് കുറഞ്ഞ് നിങ്ങളുടെ കണ്ണിലിരുട്ട് കയറുന്ന പോലെയോ ചിലപ്പോൾ ബോധക്ഷയമായിട്ടും അങ്ങനെയും ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഹൃദയമിടിപ്പ് വളരെ വേഗതയിലും അപകടകരമായിട്ടും കൂടിയിട്ട് അങ്ങനെയും നമുക്ക് അത് കണ്ണിലിട്ട് കയറുകയോ നമുക്ക് ബോധക്ഷയമോ വരാം. നെഞ്ചുവേദന ഇല്ലാതെയും ബാക്കി പറഞ്ഞ ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിലും ഒരു മെഡിക്കൽ അറ്റൻഷൻ ആവശ്യമാണ്.